ഹലോ മക്കളെ, നമ്മുടെ പ്ലസ് വണ്ണിലെ ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ. സോ അതിൽ നമ്മൾ ഒരുപാട് എൻഡോക്രൈൻ ഗ്ലാൻസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. എന്നാൽ ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്ന മറ്റൊരു ഏരിയയാണ് നോൺ എൻഡോക്രൈനസ് ഗ്ലാൻസ്. അതായത് നമ്മുടെ മെയിൻ എൻഡോക്രൈൻ ഗ്ലാൻഡ് അല്ലാതെ എന്നാൽ എൻഡോക്രൈനായിട്ട് പ്രവർത്തിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരെ നമ്മൾ പെട്ടെന്ന് കേട്ടാൽ എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണോ എന്ന് പോലും നമ്മൾ സംശയിച്ചു പോകും. അത്തരത്തിലുള്ളവരും അവരുടെ ഹോർമോൺസും നിങ്ങളുടെ എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഏറ്റവും ആദ്യം വരുന്ന നമ്മുടെ സ്വന്തം ഹാർട്ട് തന്നെയാണ്. അതെ, ഹൃദയം എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഹൃദയത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിന്റെ പേരാണ് ANF, ഏട്രിയൽ നാട്രി യൂററ്റിക് ഫാക്ടർ എന്ന് പറയുന്ന ANF ഹോർമോൺ. സോ ഈ ANF ഹോർമോണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി, ഇയാളൊരു വാസോ ഡയലേറ്റർ ആണ്. അതുകൊണ്ട് തന്നെ BP കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു എന്നതാണ് അയാളുടെ ജോലി. ഓക്കെ, ഇനി രണ്ടാമത്തെ നമ്മുടെ സ്വന്തം കിഡ്നിയാണ്. സോ കിഡ്നിയിലെ JG സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എരിത്രോപോയിറ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ, അതിന്റെ മെയിൻ ജോലി എന്ന് പറയുന്നത് എരിത്രോപോയസിസ് ആണ്. എന്താ സാധനം എന്നല്ലേ നിങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നത്? എരിത്രോപോയസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ RBCയുടെ പ്രൊഡക്ഷൻ ആണ്. അപ്പൊ RBCയുടെ പ്രൊഡക്ഷനെ സഹായിക്കുന്ന 3 ഹോർമോൺസ് നമുക്ക് ഈ വർഷം പഠിക്കാനുണ്ട്. അതിലൊന്നാണ് ഈ എരിത്രോപോയിറ്റിൻ എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്ട്, അതായത് നമ്മുടെ അലിമെന്ററി കനാൽ, നമ്മുടെ മൗത്ത് മുതൽ ഇൻഡസ്റ്റൈൻ വരെ നീണ്ടു നിൽക്കുന്ന ആ കുഴലുണ്ടല്ലോ, അതിനെയാണ് നമ്മുടെ അലിമെന്ററി കനാൽ അഥവാ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്ട് എന്ന് പറയുന്നത്. സോ അതിൽ ആ വയറ്, സ്റ്റൊമക്ക് മുതൽ ഇൻഡസ്റ്റൈൻ വരെയുള്ള റീജിയനിൽ നിന്നും ചില ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 4 എണ്ണമാണ്. ഒന്ന് നമ്മുടെ ഗ്യാസ്ട്രിൻ ആണ്, രണ്ടാമത്തത് സെക്രീറ്റിൻ ആണ്, അടുത്തത് കോളിസിസ്റ്റോകൈനിൻ അഥവാ ഷോർട്ട്ലി CCK, ലാസ്റ്റ് ഗാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ് അഥവാ GIP. ഈ ഹോർമോൺസിന്റെ എല്ലാം ഒരു ഫംഗ്ഷൻ വീതം പഠിച്ചു വെച്ചാൽ മതിയാകും. ആദ്യത്തേത് ഗ്യാസ്ട്രിൻ ആണ്. ഇയാൾ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും അതുപോലെ തന്നെ പെപ്സിനോജിന്റെയും റിലീസിനെ സഹായിക്കുന്നു. ഇനി രണ്ടാമത്തേത് നമ്മുടെ പ്രധാനപ്പെട്ട സെക്രീറ്റിൻ. ഇയാൾ നമ്മൾ പാൻക്രിയാസിനെ കൊണ്ട് ബൈകാർബണേറ്റ് അയോണിന്റെയും വാട്ടറിന്റെയും ഒക്കെ സെക്രീഷന് സഹായിക്കുന്നു. അടുത്ത കോളിസിസ്റ്റോകൈൻ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഹോർമോൺ ആണ് കോളിസിസ്റ്റോകൈൻ അഥവാ CCK. ഇയാളാണ് ബൈൽ ജ്യൂസിന്റെ സെക്രീഷന് സഹായിക്കുന്നത്. ആൻഡ് ഏറ്റവും അവസാനം ഗാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ്, ഇയാൾ ഗാസ്ട്രിക് ജ്യൂസിന്റെ സെക്രീഷനെ മതി എന്ന് പറയുന്നത് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുന്നു. സോ ഇത്രയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട നോൺ എൻഡോക്രൈനസ് ആയിട്ടുള്ള എന്നാൽ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരും അവരുടെ ഹോർമോൺസും അതിന്റെ ഫംഗ്ഷനും. അപ്പൊ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. സൂപ്പർ ആയിട്ട് പഠിക്കൂ, ഫുൾ മാർക്ക് സ്കോർ ചെയ്യും.